ഹലോ എവരി വൺ, വെൽക്കം ടു ഓ3 മാത്സ്. ഇറ്റ്സ് മീ നബീൽ. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ CBSE സ്റ്റുഡൻസിന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച 4 മാർക്കിൻ്റെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ, ഒരു അടിപൊളി ഫംഗ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? ആർ ടു എക്സ് ബിലോങ്സ് ടു ആർ മൈനസ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? എക്സ് ബൈ 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ആണ്. എക്സ് ബിലോങ്സ് ടു ആർ ആണ്, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ ആണ്. ഈസ് 1 1 ആയിട്ട് 1 2 ആണ് എന്നുള്ളത് നമുക്ക് ആദ്യം ചെയ്യണം, ഒന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, 1 1 ആണ് 1 2 ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ശരിക്കും ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അതായത് നമുക്കിവിടെ 2 സെറ്റ് പോസിബിൾ ആണല്ലോ അല്ലേ? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 സെറ്റ് വേണം. അതിൽ ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോമാണ് നമുക്കവിടെ കണ്ടീഷൻ തന്നിട്ടുള്ളത്. എന്താണ്? എക്സ് ബിലോങ്സ് ടു ആർ ആണ്. എക്സ് എന്നുള്ളത് റിയൽ നമ്പേഴ്സാണ്. എവിടെ വരുന്നത്? -1ൻ്റെയും 1ൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള നമ്പേഴ്സാണ് എക്സ് വരുന്നത്. അപ്പോൾ -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള ഓൾ റിയൽ നമ്പേഴ്സാണ് എക്സിൻ്റെ വാല്യൂസ് വരുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 1 1 ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒന്നാമത്തെ സെറ്റിലുള്ള ഓരോ ആളുകൾക്കും യുണീക്ക് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് അവിടെ പോസിബിൾ ആണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് തുടങ്ങി x1 ഈക്വൽ ടു x2 എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പോസിബിൾ ആണ് എന്നുള്ളത് പറയാം. ഇനി സപ്പോസ് നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യണം അല്ലേ? ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ സെറ്റ് ഇവിടെ ആരൊക്കെയുള്ളത്? -1 മുതൽ 1 വരെയുള്ള കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. ഈ ഓരോ റിയൽ നമ്പേഴ്സിനും കറസ്പോണ്ടിങ് പ്രീ ഇമേജ് നമുക്കിവിടെ പോസിബിൾ ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ 2 കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഡീറ്റെയിലിംഗ് കൂടെ വരുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണ്? നമ്മൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് ആണ്. ആ 1 പ്ലസ് മോഡുലസ് ഓഫ് എക്സിൽ മോഡുലസിൻ്റെ അകത്തുള്ള എക്സിന് പോസിറ്റീവ് എക്സ് വരാം, നെഗറ്റീവ് എക്സ് വരാം. ഈ 2 കേസിലും ഈ ഫംഗ്ഷൻ 1 1 ആണോ 1 2 ആണോ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാമല്ലേ എങ്ങനെയാണ് 1 1 ആണോ 1 2 ആണോ എന്നുള്ളത്. ഇനി ഫസ്റ്റ് കേസ് 1, അതായത് കേസ് 1ൽ നമ്മൾ പോസിറ്റീവ് എക്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് എക്സിൽ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 നമുക്ക് എങ്ങനെ കാണാം? എക്സ് ബൈ 1 പ്ലസ് എക്സ് ഈക്വൽ ടു x1 ബൈ 1 പ്ലസ് x1 ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് x2. നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x1 ഇൻറ്റു 1 പ്ലസ് x2ന് ക്രോസ് ചെയ്താൽ x1 ഇൻറ്റു 1 പ്ലസ് x1 ഇൻറ്റു x2 എന്ന് വരും ഈക്വൽ ടു x2ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x2 ഇൻറ്റു 1 പ്ലസ് x2 ഇൻറ്റു x1 വരും. ഈ x2 ഇൻറ്റു x1ഉം ഈ x2 ഇൻറ്റു x1ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് 1 1 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒന്നാമത്തെ കേസിൽ ഈ മോഡുലസ് ഓഫ് എക്സിൻ്റെ അകത്തുള്ള എക്സിനെ പ്ലസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? നമുക്ക് 1 1 ആയിട്ട് കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എക്സ് ആണ് നമ്മൾ പോസിറ്റീവ് എക്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. വേർ y ഈക്വൽ ടു എക്സ് ബൈ 1 പ്ലസ് എക്സ്. ഇതിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതാം അല്ലേ? വൈയിൽ എഴുതി കഴിഞ്ഞാൽ ഇതിന് ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു y ഇൻറ്റു y ഇത് വരും പ്ലസ് y ഇൻറ്റു എക്സ് വൈ വരും ഈക്വൽ ടു എക്സ് എന്ന് വരും. ഓക്കെ, ഇതിന് നമ്മൾ എക്സ് വൈനെ അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് വൈ എന്ന് വരും. വേർ y ഈക്വൽ ടു നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് വൈ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് എഴുതാം? y ബൈ 1 മൈനസ് വൈ എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു y ബൈ 1 മൈനസ് വൈ. ഇനി എവിടെയാണ് എക്സും വൈയും കിടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഒന്നാമത്തെ സെറ്റ് രണ്ടാമത്തെ സെറ്റ് ഉണ്ട്. ഒന്നാമത്തെ സെറ്റിലുള്ള ആളുകളാണ് നമ്മൾ എക്സിൽ ഫംഗ്ഷനിൽ എക്സിൽ അപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ സെറ്റിലുള്ള ആളുകളെയാണ് നമ്മൾ ഫംഗ്ഷനിൽ അല്ലേ വൈ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, വൈയിലുള്ള നമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു വൈ ബൈ 1 പ്ലസ് വൈയിൽ 1 മൈനസ് വൈയിൽ വൈ ബിലോങ്സ് ടു എന്താ വരുന്നത്? നമുക്കറിയാം ഹിയർ വൈ ബിലോങ്സ് ടു വൈ എന്താ വരുന്നത്? -1 ടു 1ലുള്ള -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള കംപ്ലീറ്റ് നമ്പേഴ്സാണ് വരുന്നത്. ഈ വൈയിൽ ഈ ഫംഗ്ഷനിൽ വൈയിൽ -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള ഏത് നമ്പർ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള -1 1 ഇവിടെ ഇൻക്ലൂഡിംഗ് ആണോ? ഇൻക്ലൂഡിംഗ് അല്ല. അതിൻ്റെ ഇടയിലുള്ള ഏത് നമ്പർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു കറസ്പോണ്ടിങ് ഇവിടെ പ്രീ ഇമേജ് പോസിബിൾ ആണ് അല്ലേ? കറസ്പോണ്ടിങ് പ്രീ ഇമേജ് പോസിബിൾ ആണ്. കാരണം എന്താ? എക്സിൽ ഒന്നാമത്തെ സെറ്റിൽ എന്താ കിടക്കുന്നത്? ഒന്നാമത്തെ സെറ്റിൽ കംപ്ലീറ്റ് ഈ സെറ്റ് ബിലോങ്സ് ടു R ആണ്, കംപ്ലീറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള ഏത് നമ്പർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഒരു റിയൽ നമ്പർ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വേർ ഈ ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് ഓൺ ടു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്കിവിടെ ബ്രീഫ് ചെയ്യാം.
ക്ലിയർ ആണല്ലോ. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കേസ് എന്താണ്? രണ്ടാമത്തെ കേസ് വരിക, രണ്ടാമത്തെ കേസിൽ നമ്മൾ പ്ലസ് എക്സിന് പകരം നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്? മൈനസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഈ മൈനസ് എക്സിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് എന്ത് എടുക്കണം? അത് മൈനസ് എക്സ് മീൻസ് എക്സിൻ്റെ വാല്യൂ എന്താ വരിക? ലെസ് ദാൻ 0 അല്ലേ? അപ്പോൾ അവിടെ ഫംഗ്ഷൻ 1 ആണോ 1 ആണോ എന്നുള്ളതും നമുക്കിവിടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, കേസ് 2 നമുക്ക് മൈനസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ ഫംഗ്ഷൻ എന്താ വരുന്നത്? വേറെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് ആണ് അല്ലേ? 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്നുള്ളതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അപ്പോൾ എന്ത് വരും? എക്സ് 1 ബൈ 1 മൈനസ് എക്സ് 1 ഈക്വൽ ടു എക്സ് 2 ബൈ 1 മൈനസ് എക്സ് 2 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് 1 മൈനസ് എക്സ് 1 ഇൻറ്റു എക്സ് 2 ഈക്വൽ ടു എക്സ് 2 മൈനസ് എക്സ് 1 ഇൻറ്റു എക്സ് 2 എന്ന് വരും. ഈ എക്സ് 1 ഇൻറ്റു എക്സ് 2 എക്സ് 1 ഇൻറ്റു എക്സ് 2 ഒരു മൈനസ് അപ്പുറം മുമ്പ് പ്ലസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇയർ നമുക്ക് എന്ത് കിട്ടും? എക്സ് 1 ഈക്വൽ ടു എക്സ് 2 ആണ് എന്നുള്ളത് കിട്ടി. ദെർഫോർ ഫംഗ്ഷൻ ഈസ് എന്താണ്? 1 ആണ് എന്നുള്ളത് നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി ഇതേ ഫംഗ്ഷൻ ഇത് ഓൺ ടു ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? ഓൺ ടു ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനേ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് ആണ്. അതായത് വൈ ഈക്വൽ ടു എക്സ് ബൈ 1 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി നമുക്കിതിനെ ഇൻ ടേംസ് ഓഫ് വൈയിൽ എഴുതിയിട്ട് പ്രീ ഇമേജ് പോസിബിൾ ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ വൈയിൽ എഴുതാൻ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ വൈ മൈനസ് വൈ എക്സ് ഈക്വൽ ടു എക്സ് എന്ന് വരും. വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എക്സ് എന്ന് വരും. വൈ ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 പ്ലസ് വൈ എന്ന് വരും. ഓക്കെ, നമുക്ക് എക്സ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് വൈ എന്ന് എഴുതാം. വൈ നമുക്കറിയാം വൈ ബിലോങ്സ് ടു എന്താണ്? -1 to 1ൻ്റെ ഇടയിലുള്ള ആളുകളാണ്. ഈ -1 to 1ൻ്റെ ഇടയിലുള്ള ഏത് നമ്പർ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എക്സ് എന്താണ്? എക്സ് ബിലോങ്സ് ടു ആർ ആണല്ലോ ഒന്നാമത്തെ സെറ്റ്. നമുക്കിവിടെ എന്താണ്? ഒരു പ്രീ ഇമേജ് പോസിബിൾ ആണ് അല്ലേ? ഇത് എന്താണ്? ഇത് എക്സ് ആണ്, എക്സ് ബിലോങ്സ് ടു ആർ ആണ്. ഇതാണ് നമ്മളെ വൈ ബിലോങ്സ് ടു -1 to 1 ആണ്. ഈ -1ൻ്റെയും 1ൻ്റെ ഇടയിലുള്ള ഈ ഒരു ഫംഗ്ഷനിൽ വൈയിൽ ഏത് നമ്പർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കറസ്പോണ്ടിങ് ഒരു റിയൽ നമ്പേഴ്സിലുള്ള ഒരു പ്രീ ഇമേജ് പോസിബിൾ ആണ്. ഒരിക്കലും ഒരു ഇമേജിനറി നമ്പർ ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ ഏത് നമ്പറും പോസിബിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹിയർ ദെർഫോർ ഫംഗ്ഷൻ ഈസ് ഓൺ ടു.